ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 70 ചോദ്യോത്തരങ്ങളാണ്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലെ ചോദ്യോത്തരങ്ങളും മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കൊറിന്തോസുകാരെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് 7-ാം അധ്യായം ആരംഭിക്കുന്നത്? പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ചോദ്യം, കൊറിന്തോസുകാരെ എങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്? സഹോദരരെ. മൂന്നാമത്തെ ചോദ്യം, സ്ലീഹായുടെ എന്താണ് കൊറിന്തോസുകാരെ ദുഃഖിപ്പിച്ചത്? സ്ലീഹായുടെ എഴുത്ത്. നാലാമത്തെ ചോദ്യം, സ്ലീഹായുടെ എഴുത്ത് കൊറിന്തോസുകാരെ ദുഃഖിപ്പിച്ചതുകൊണ്ട് സ്ലീഹായ്ക്ക് നേരത്തെ എന്തുണ്ടായിരുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? സങ്കടം. അഞ്ചാമത്തെ ചോദ്യം, സ്ലീഹായുടെ എഴുത്ത് കൊറിന്തോസുകാരെ ദുഃഖിപ്പിച്ചതുകൊണ്ട് സ്ലീഹായ്ക്ക് നേരത്തെ സങ്കടമുണ്ടായിരുന്നു എന്ന് സ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുക ഉണ്ടായല്ലോ, അതിനാൽ. ആറാമത്തെ ചോദ്യം, സ്ലീഹായുടെ എഴുത്ത് കൊറിന്തോസുകാരെ ദുഃഖിപ്പിച്ചതുകൊണ്ട് സ്ലീഹ ഇപ്പോൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ഏഴാമത്തെ ചോദ്യം, അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്, പ്രത്യുത എന്ത് വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്? ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി. എട്ടാമത്തെ ചോദ്യം, ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾക്ക് എഴുതിയതിനാൽ ഞങ്ങൾക്ക് എന്തായി എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഞങ്ങൾക്ക് ആശ്വാസമായി എന്ന്. ഒമ്പതാമത്തെ ചോദ്യം, എന്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ലേഖനത്തിലൂടെ. പത്താമത്തെ ചോദ്യം, സ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഈടുറ്റതും ശക്തവുമാണ്. 11ാമത്തെ ചോദ്യം, അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ എന്തു ചെയ്യുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 12ാമത്തെ ചോദ്യം, സ്ലീഹായുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത്? അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. 13ാമത്തെ ചോദ്യം, പൗലോസ് അടുത്തായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് കൊറിന്തോസുകാർ കരുതുന്നത്? വിനീതനാണെന്ന്. 14ാമത്തെ ചോദ്യം, പൗലോസ് അകന്നിരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് കൊറിന്തോസുകാർ കരുതുന്നത്? തൻ്റേടിയാണെന്ന്. 15ാമത്തെ ചോദ്യം, ക്രിസ്തുവിൻ്റെ എന്തിൻ്റെയൊക്കെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. 16ാമത്തെ ചോദ്യം, ഞങ്ങൾ എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? മക്കദോനിയയിൽ ചെന്നപ്പോൾ. 17ാമത്തെ ചോദ്യം, ഞങ്ങൾ എവിടെ ചെന്നപ്പോൾ ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? മക്കദോനിയയിൽ. 18ാമത്തെ ചോദ്യം, എവിടുത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? മക്കദോനിയയിലെ സഭകളിൽ. 19ാമത്തെ ചോദ്യം, കഴിഞ്ഞ വർഷം മുതൽ അക്കായയിലുള്ളവർ വിശുദ്ധർക്കുള്ള ശുശ്രൂഷയ്ക്കായി തയ്യാറായിരിക്കുകയാണെന്ന് സ്ലീഹ ആരോടാണ് പ്രശംസിച്ച് പറഞ്ഞത്? മക്കദോനിയക്കാരോട്. 20ാമത്തെ ചോദ്യം, എവിടെയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങൾ അപമാനിതരാകും എന്നാണ് സ്ലീഹ പറഞ്ഞത്? മക്കദോനിയക്കാർ ആരെങ്കിലും. 21ാമത്തെ ചോദ്യം, എന്തൊക്കെ നൽകാൻ കഴിവുറ്റവനാണ് ദൈവം? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. 22ാമത്തെ ചോദ്യം, ആരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവമാണ് തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകിയത്? ആശയറ്റവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം. 23ാമത്തെ ചോദ്യം, വിധക്കാരന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
വിത്തും ഭക്ഷിക്കാൻ അപ്പവും. 24-ാമത്തെ ചോദ്യം, ആര് ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന്. 25-ാമത്തെ ചോദ്യം, 10:5 വാക്യമനുസരിച്ച് എന്തൊക്കെ ഞങ്ങൾ തകർക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും. 26-ാമത്തെ ചോദ്യം, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എല്ലാ ചിന്താഗതികളെയും. 27-ാമത്തെ ചോദ്യം, എന്തു ചെയ്യുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ആത്മപ്രശംസ നടത്തുന്നവരുടെ. 28-ാമത്തെ ചോദ്യം, മക്കദോനിയക്കാർ എങ്ങനെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ ശ്ലീഹായ്ക്ക് സാധിക്കും എന്നാണ് പറഞ്ഞത്? തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തു എന്ന്. 29-ാമത്തെ ചോദ്യം, യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ആരായി എന്നാണ് പറഞ്ഞത്? ദരിദ്രനായി. 30-ാമത്തെ ചോദ്യം, യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രൻ ആയത് എന്തുകൊണ്ട്? തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. 31-ാമത്തെ ചോദ്യം, എത്ര വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 വർഷം മുമ്പേ. 32-ാമത്തെ ചോദ്യം, നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ എന്തിന് അനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കഴിവിനനുസരിച്ച്. 33-ാമത്തെ ചോദ്യം, എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ എന്തിലും മികച്ചു നിൽക്കുവിൻ എന്നാണ് ശ്ലീഹ കൊറിന്തോസുകാരോട് പറഞ്ഞത്. ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും. 34-ാമത്തെ ചോദ്യം, ഉദാരമായ ഈ ദാനം എന്തു ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കൈകാര്യം ചെയ്യുന്നതിൽ. 35-ാമത്തെ ചോദ്യം, ആരുടെയൊക്കെ മുമ്പാകെ ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? കർത്താവിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും. 36-ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്ത് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? കൃപ. 37-ാമത്തെ ചോദ്യം, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എങ്ങനെ സമ്പന്നരാക്കുകയും ചെയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും ചെയ്യും എന്ന്. 38-ാമത്തെ ചോദ്യം, സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല മറിച്ച് എന്തുകൂടി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. 39-ാമത്തെ ചോദ്യം, എന്ത് ശിരസാവഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും വിശുദ്ധർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാവഹിക്കുന്നതിനുള്ള വിധേയത്വം വഴിയും. 40-ാമത്തെ ചോദ്യം, ആരോടൊക്കെ നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും വിശുദ്ധർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും. 41-ാമത്തെ ചോദ്യം, നിങ്ങളുടെ എന്തിനെപ്പറ്റി ബോധ്യപ്പെട്ട് വിശുദ്ധർ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട്. 42-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും, കാണാൻ ആഗ്രഹിക്കുകയും. 43-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. ദാനത്തിന് ദൈവത്തിന് സ്തുതി, അവർണ്ണനീയമായ ദാനത്തിന്. 44-ാമത്തെ ചോദ്യം, സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല മറിച്ച് എങ്ങനെ ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന്. 45-ാമത്തെ ചോദ്യം,
അല്പം വിതയ്ക്കുന്നവൻ എത്രമാത്രം കൊയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്. അല്പം മാത്രം. 46-ാമത്തെ ചോദ്യം. ധാരാളം വിതയ്ക്കുന്നവൻ എത്രമാത്രം കൊയ്യും എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ധാരാളം കൊയ്യും. 47-ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. അവൻ്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ നീതി. 48-ാമത്തെ ചോദ്യം. തീത്തോസ് കൊറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ ശ്ലീഹായുടെ ആരാണ്? ശ്ലീഹായുടെ പങ്കുകാരനും സഹപ്രവർത്തകനും. 49-ാമത്തെ ചോദ്യം. തീത്തോസിന് നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള എന്ത് ഉദീപിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ആത്മാർത്ഥമായ താൽപ്പര്യം. 50-ാമത്തെ ചോദ്യം. തീത്തോസ് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല, വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. 51-ാമത്തെ ചോദ്യം. 8-6 വാക്യമനുസരിച്ച് തീത്തോസ് എന്ത് പ്രവർത്തനങ്ങളാണ് കൊറിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ളത്? കാരുണ്യ പ്രവർത്തനങ്ങൾ. 52-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരുടെ എങ്ങനെയുള്ള പെരുമാറ്റത്തെപ്പറ്റി ഓർക്കുമ്പോൾ തീത്തോസ് വികാര തരളിതനാകുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്. കൊറിന്തോസുകാരുടെ അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ അവനെ സ്വീകരിച്ചതും ഓർക്കുമ്പോൾ. 53-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരെ പ്രശംസിച്ച് ചിലത് ഞാൻ തീത്തോസിനോട് സംസാരിച്ചു എന്നതിൽ എനിക്ക് എന്താകേണ്ടി വന്നില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്. ലജ്ജിക്കേണ്ടി വന്നില്ല എന്ന്. 54-ാമത്തെ ചോദ്യം. ആശയറ്റവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയത്? തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. 55-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാർക്ക് ശ്ലീഹായോടുള്ള എന്തിനെക്കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോഴാണ് ശ്ലീഹ അത്യധികം സന്തോഷിച്ചത്? കൊറിന്തോസുകാർക്ക് ശ്ലീഹായോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് പറഞ്ഞപ്പോൾ. 56-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാർ തീത്തോസിൻ്റെ മനസ്സിന് ആശ്വാസമേകിയതിൽ അവന് എന്താണ് ഉണ്ടായത്? സന്തോഷം. 57-ാമത്തെ ചോദ്യം. കൊറിന്തോസുകാരുടെ ദുഃഖം എന്തു പ്രകാരമായിരുന്നു? ദൈവഹിതപ്രകാരം. 58-ാമത്തെ ചോദ്യം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? രക്ഷാകരമായ പശ്ചാത്താപം. 59-ാമത്തെ ചോദ്യം. ദൈവികമായ ഈ ദുഃഖം എന്തൊക്കെയാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന്. 60-ാമത്തെ ചോദ്യം. ശ്ലീഹായ്ക്ക് കൊറിന്തോസുകാരിൽ എന്തുള്ളതിനാൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്? പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. 61-ാമത്തെ ചോദ്യം. 7-4 വാക്യമനുസരിച്ച് ശ്ലീഹായ്ക്ക് കൊറിന്തോസുകാരിൽ എന്ത് ഉണ്ട്? ആത്മവിശ്വാസമുണ്ട്. 62-ാമത്തെ ചോദ്യം. 7-4 വാക്യമനുസരിച്ച് ശ്ലീഹായ്ക്ക് കൊറിന്തോസുകാരെക്കുറിച്ച് വലിയ എന്താണ് ഉള്ളത്? അഭിമാനം. 63-ാമത്തെ ചോദ്യം. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എന്തിൽ നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ചെയ്യാം എന്നാണ് ശ്ലീഹ പറയുന്നത്? എല്ലാ അശുദ്ധിയിൽ നിന്ന്. 64-ാമത്തെ ചോദ്യം. ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം എന്നാണ് ശ്ലീഹ പറയുന്നത്? ദൈവഭയത്തിൽ. 65-ാമത്തെ ചോദ്യം. ഞങ്ങൾ ആരെയും എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ദ്രോഹിച്ചിട്ടില്ല, മുറിപ്പെടുത്തിയിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. 66-ാമത്തെ ചോദ്യം. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള എന്ത് ഞങ്ങൾ പാലിക്കും എന്നാണ് ശ്ലീഹ പറഞ്ഞത്? പരിധി. 67-ാമത്തെ ചോദ്യം. എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങൾ ആണല്ലോ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. 68-ാമത്തെ ചോദ്യം. എങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ്
ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് സ്ലീഹ പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച്. 69 ചോദ്യം. അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്തു ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് സ്ലീഹ പറഞ്ഞത്? സുവിശേഷം പ്രസംഗിക്കാൻ. 70 ചോദ്യം. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് സ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, അതിനാൽ. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.